CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കൂട്ട വിമർശനമാണ്. ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, ഇനി അങ്ങ് CPM-ൽ ലയിച്ചാൽ മതി എന്നുള്ളതാണ് ആവശ്യം. എന്താണ് ഇപ്പൊ കൂട്ടമായിട്ട് ഇത്രത്തോളം ഒരു ആവശ്യം ഉയരാൻ കാരണമായിട്ടുണ്ടാവുക? ഉയരാൻ കാരണം വളരെ വ്യക്തമാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെയ് 4 വന്ന റിസൾട്ട് ഒരുപക്ഷെ CPIയുടെ ചരിത്രത്തിൽ 1965 ആദ്യം CPI ഉണ്ടായ വർഷം മാത്രമാണ് അവർക്ക് 3 സീറ്റ് കിട്ടിയത്. ഇത്രയും താഴ്ന്ന ഒരു സീറ്റ് നിലവാരം അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല അതിനുശേഷം. പക്ഷെ CPIയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് 3 സീറ്റ്. അന്ന് CPM 25-26 സീറ്റ് നേടി. നിയമസഭ കൂടിയില്ല എങ്കിൽ പോലും അന്നാണ് CPI ചെറിയ പാർട്ടിയാണെന്നും CPM വലിയ പാർട്ടിയാണെന്നും ആളുകൾ തീരുമാനിച്ചു. അങ്ങനെയാണ്. അപ്പോഴാണ് അല്ലെങ്കിൽ 64 പിളർപ്പിന് ശേഷം വന്നിട്ടില്ല. അതിനുശേഷം CPIക്ക് സപ്തകക്ഷി മുന്നണിയിൽ EMSന്റെ കൂടെ ഇരുന്നു. അതിനുശേഷം CPM-ന്റെ മുന്നണി വിട്ട് കോൺഗ്രസിന്റെ മുന്നണിയിൽ മുഖ്യമന്ത്രി വരെയായിരുന്നു. ഇവിടെ CH മേനോൻ, PK വാസുദേവൻ എന്നിവരൊക്കെ മുഖ്യമന്ത്രിയായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് 1980-ൽ LDF എന്ന ഇന്നത്തെ സംവിധാനത്തിലേക്ക് വരുന്നു. എന്നിട്ട് പോലും 7 സീറ്റ് എന്നത് CPIക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. മുമ്പ് തോറ്റപ്പോൾ പോലും 10 സീറ്റ് 8-10 സീറ്റൊക്കെ കിട്ടാറുണ്ട്. ഏറ്റവും കുറഞ്ഞ സീറ്റാണ് 65-ന് ശേഷം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ CPM LDF ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ CPIക്ക് യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഗവൺമെന്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് അവിടെ തോറ്റ സുനിൽകുമാർ എന്ന് പറയുന്ന CPI നേതാവാണ്. ഇയാൾ RSSന്റെ ഏജന്റാണ് എന്നും ഇയാളെ മാറ്റണമെന്നും PV അൻവർ പറയുന്ന അത്ര രൂക്ഷമായി തന്നെ പറഞ്ഞു. പക്ഷെ അയാൾ എല്ലാ തരത്തിലും CPM പിണറായി വിജയൻ പ്രൊട്ടക്ട് ചെയ്തു. രണ്ടാമത് PM ശ്രീ, അതുണ്ടാക്കിയ നാണക്കേട് ലോകത്ത് പറയാൻ പറ്റില്ല ഒരു പാർട്ടിക്ക്. കാരണം PM ശ്രീ തെറ്റാണെന്നും PM ശ്രീയിൽ ഒപ്പിടരുതെന്നും LDF ഉറച്ചു തീരുമാനിച്ചൊരു കാര്യം. ആ കാര്യം LDF അറിയാതെ രാത്രിക്ക് രാത്രി പോയി LDF അറിഞ്ഞില്ല, CPI അറിഞ്ഞില്ല, CPM-ൽ തന്നെ ബാക്കിയുള്ളവർ അറിഞ്ഞില്ല. മന്ത്രി ശിവൻകുട്ടി ഒപ്പിട്ടിട്ട് വരും. ഒപ്പിട്ട് വന്ന് പിറ്റേ ദിവസം പാർലമെന്റ് ഇവിടെ മന്ത്രിസഭ കൂടുന്നു. മന്ത്രിസഭ കൂടുമ്പോൾ ചോദിക്കുന്നു, PM ശ്രീ ഒപ്പിട്ടോ? ഇല്ല, ഒപ്പിട്ടിട്ടില്ല. അപ്പൊ അതിനുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പൊ മന്ത്രിസഭയെ മറച്ചു വെച്ചു, LDF-നെ മറച്ചു വെച്ചു. CPIക്ക് ഇതിൽ പരം നാണക്കേടില്ല. പിന്നെ അവസാനം തടി രക്ഷിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പല പല ഘട്ടത്തിൽ CPIക്ക് നാണക്കേടുണ്ടാക്കി. അപ്പോഴൊന്നും CPI നേതാക്കന്മാർ മിണ്ടിയില്ല. ബിനോയ് വിശ്വമൊക്കെ ഏതാണ്ട് ഈ പിണറായി വിജയന്റെ അടുക്കളക്കാരന്റെ വരിയാണ് പെരുമാറിയത്. ഒന്നും ഞങ്ങൾ പറയും എന്നൊക്കെ പറയുന്നില്ലാതെ ഒരു പരസ്യവുമില്ല. പക്ഷെ CPIക്ക് അല്ലാതൊരു നല്ല കാലം ഉണ്ടായിരുന്നു ഇവിടെ. അതാ ഞാൻ പറയുന്നത്. CPIക്ക് ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. വെളിയം ഭാർഗവനൊക്കെ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, CK ചന്ദ്രബാബു സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPM-നെ കറക്റ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇടത് പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. CPM വലതാണ്. പണ്ട് അങ്ങനെയാണല്ലോ, വലത് ഇടത് കമ്മ്യൂണിസ്റ്റ് എന്നാണല്ലോ. CPM ആണ് വലതായത്. CPI ഇടതാണെന്നൊക്കെ പറഞ്ഞൊരു കാലം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഗവൺമെന്റ് വന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ CPI സാഷ്ടാംഗം വേണം. CPI-ൽ തന്നെ ഒരുപാട് എതിർപ്പ്, ഇസ്മായിൽ പോലെയുള്ള ആളുകൾ എതിർത്തു. പല സ്ഥലത്തും CPI പിളർന്ന ആളുകൾ CPM-ലേക്ക് പോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് CPI സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിത്വം നഷ്ടപ്പെട്ട പാർട്ടിയായി. എന്തിനാ CPI വേറൊരു പാർട്ടിയായിട്ട് നിൽക്കണേ എന്ന ചോദ്യം സ്വാഭാവികമായും. പാർട്ടി പിളരുന്ന കാലത്ത് അവർക്ക് വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. CPIക്ക് ദേശീയ ജനാധിപത്യ വിപ്ലവം, CPM-ന് ജനകീയ ജനാധിപത്യ വിപ്ലവം, രണ്ടും രണ്ടാണ് നോക്കണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണവർഗത്തെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കുന്നത്. അങ്ങനെയാണ്. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കം വരും. ചൈനയാണോ റഷ്യയാണോ ശരി എന്ന കാര്യത്തിൽ തർക്കം വരും. ഇപ്പൊ ചൈനയില്ല, റഷ്യയില്ല, ആരുമില്ല. ഇന്ത്യൻ ഭരണവർഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിൽ പോലും CPIക്ക് ഇവിടെ ഒരു നാണം കെട്ട അവസ്ഥ ഉണ്ട്. അഖിലേന്ത്യാ തലത്തിൽ മിക്കപ്പോഴും CPI കോൺഗ്രസ് ഒന്നിച്ചു മുന്നണിയാണ് പല സ്ഥലങ്ങളിൽ. ആ ഘട്ടത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ CPM വിട്ട് നിന്നാലും CPI കോൺഗ്രസിന്റെ കൂടെ ഒന്ന് രണ്ട് സീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികൾ, അതിൽ തന്നെ CPI കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ പാർട്ടാവുന്നു. CPM പ്രത്യേകിച്ച് കേരളത്തിലെ ഇൻഫ്ലുവൻസ് വെച്ച് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൊതറി മാറുന്നു. കാരണം കേരളത്തിൽ കോൺഗ്രസ് ശത്രുവായതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ നിന്നൊന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നറിയില്ല. ഇതുവരെ ഇന്ത്യ മുന്നണിയില്ല. പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുമില്ല എന്നുവരെ. അതാണ് കാര്യം. ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാരും മറ്റ് CPI നേതാക്കന്മാരും ഒക്കെ പോകാറുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ പ്രചരണത്തിന്, ഇവിടെ 9 തീയതി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ CPIക്കാരും മത്സരിക്കില്ല. ഒന്ന് പോയി നോക്കാമല്ലോ അവിടെ എന്താണ്. നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാമല്ലോ. പിണറായി വിജയൻ പോയില്ല. കാരണം അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയില്ല. അവിടെ ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കും എന്നൊക്കെയുള്ള പ്രശ്നം. എന്തായാലും
CPI CPM തമ്മിൽ ഇനി എന്താണ് വ്യത്യാസം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു വ്യത്യാസമില്ല, നയപരമായൊരു വ്യത്യാസമില്ല. പിന്നെ രണ്ട് പാർട്ടിയായിരുന്ന രണ്ട് നേതാക്കന്മാരുണ്ടാവും, രണ്ട് ഘടകകക്ഷി ഉണ്ടെങ്കിൽ രണ്ട് നേതാവ് ഉപനേതാവും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ CPI ചോദിച്ചൊരു കാര്യം, പിണറായി വിജയൻ മാറണമെന്ന് CPI വളരെ ശക്തമായ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിൽ അത് സാധാരണ CPM-കാർക്ക് പോലും അറിയാം, ഇത് ഇടതുപക്ഷ വിരുദ്ധത്തേക്കാൾ ഭരണവിരുദ്ധത്തേക്കാൾ പിണറായി വിരുദ്ധ തരംഗമായിരുന്നു എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് 4 CPI മന്ത്രിമാർ മത്സരിച്ചതിൽ 3 ജയിച്ചു. അല്പം മോശമായിരുന്ന ചിഞ്ചുറാണി ജയിച്ചു, ബാക്കി എല്ലാവരും ജയിച്ചു. രാജൻ ജയിച്ചു, പ്രസാദ് ചേർത്തലയിൽ കഴിഞ്ഞവിടത്തേക്കാൾ കൂടി ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതുപോലെ അനിൽ ജയിച്ചു. അപ്പോ CPI സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ CPM-ന്റെ മന്ത്രിമാർ അടപടലം തോറ്റു. സജി ചെറിയാനും ബാലഗോപാലും മറ്റേ ഇയാളും റിയാസും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്, വേറെ ആരുമില്ല. അവർ തന്നെ ഒതുങ്ങിയാ രക്ഷപ്പെട്ടു, അല്ലാണ്ട് അവരുടെ പഴയ ഭൂരിപക്ഷം മുഖ്യമന്ത്രി തന്നെ 6 തവണ ലീഡ്. അപ്പൊ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്ന് പിണറായിയുടെ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളപ്പോഴും അതൊന്ന് തുറന്നു പറയാൻ ബിനോയ് വിശ്വത്തിനെ പോലെ ഒരാൾക്ക് കഴിയുന്നില്ല. ഇപ്പോഴും അത് ഭരണവിരുദ്ധ വികാരമല്ല, ജനങ്ങൾ തെറ്റിച്ചു കൂട്ടിയതാണെന്നൊക്കെ സംശയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും CPI സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ്. CPIക്ക് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബംഗാളിൽ CPIക്ക് സംഭവിച്ചത് കൊളാറ്ററൽ ഡാമേജാണ്. CPM പോയവരോട് CPM ഔട്ടായി. ഇവിടെ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ CPI കൃത്യമായി അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ അവർക്ക് കഴിയും. ഇദ്ദേഹത്തിനെ പോലെ നമ്മുടെ ബിനോയ് വിശ്വത്തെ പോലെ ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആർക്കും എതിര് പറയാൻ പറ്റില്ല. അല്ല, CK ചന്ദ്രപ്പൻ അദ്ദേഹം ഉണ്ടായതിനു ശേഷം കൃത്യമായ ഒരു നേതൃത്വം CPIക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതോടുകൂടി ഒരു കൃത്യമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വം അവിടെ അവസാനിക്കുകയാണ്. അല്ല, അതാ പറഞ്ഞ CPM-ൽ നിന്ന് CPIക്ക് എന്താണ് വ്യത്യാസം എന്ന് അവരുടെ അണികളോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതിപ്പോ ബുദ്ധിമുട്ടല്ലേ? CPM-ന് പിണറായി വിജയനാണ് നേതാവ്, CPIക്കും പിണറായി വിജയനാണ് നേതാവ്. പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പറയാൻ പറ്റില്ല. പിണറായി വിജയന്റെ ഒരു അക്ഷരം പറയാൻ പറ്റില്ല എന്ന് പിന്നെ ഇതിനെ അവരുടെ ലയിച്ചാൽ മതി എന്ന് പറഞ്ഞു, ആ പാർട്ടി ലയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഈ വിയോജിപ്പൊന്നും ഇപ്പൊ അണികൾക്കുള്ള വിയോജിപ്പാണല്ലോ ഈ പറയുന്നത്, നേതാക്കൾക്കുള്ളത്. അപ്പൊ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറയുന്നതാണ്. അപ്പൊ ബിനോയ് വിശ്വത്തോടെ ആ സമയത്ത് പറയുന്നതിനേക്കാൾ ഇതേ വിഷയം എത്രയോ തവണ അതിനു മുമ്പ് ഇവർക്കൊക്കെ ഉന്നയിക്കാമായിരുന്നു. അന്നേരം എല്ലാം ഇവരെല്ലാവരും സംസാരിക്കാതിരുന്നില്ലേ? അല്ലല്ല, ഞാൻ പറയുന്നത് തിരിച്ചാ. ഈ CPIക്കകത്ത് ഈ പ്രശ്നം മുമ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും, ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം അടക്കം നിരവധി വിഷയങ്ങൾ, തൃശ്ശൂർ പൂരം കലക്കിയത് എത്ര CPI നേതാക്കന്മാർ ശക്തമായി പറഞ്ഞു, നമുക്ക് ഓർമ്മയുണ്ട്. അല്ല, അതിനുശേഷവും ആ ഒരു പറച്ചിലല്ലാണ്ട് ആ പറയുമ്പോൾ ഇവര് ബിനോയ് വിശ്വം ഇപ്പൊ ശരിയാക്കും എന്ന് പറയും, പക്ഷെ അതിനുശേഷം മൗനമാണ്. അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ ഒരു ദുരന്തം അതാണ്. അപ്പൊ പിണറായി വിജയന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കാൻ പോണ്. പിണറായി വിജയനെതിരായി പറയാൻ പോളിറ്റ് ബ്യൂറോ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ, ബ്രാഞ്ച് കമ്മിറ്റി വരെ ആരും ഉണ്ടാവില്ല. കാരണം പിണറായി വിജയൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ കുറച്ചൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു എന്നല്ല, അത് ഇന്ന് സംസ്ഥാന കമ്മിറ്റി കൂടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രശ്നം എന്താ? അധികാരം വലിയ തോതിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു, ഒരു സംവിധാനം തകരുന്നു, ഒരു കൂട്ടുത്തരവാദിത്വം തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ആ ആള് മോശമായാലും എല്ലാം മോശം. അപ്പൊ അത് കഴിഞ്ഞ ആളിൽ ചോദിക്കും. ഇതിപ്പോ സ്റ്റാലിന്റെ കാര്യത്തിലുള്ള പണ്ടത്തെ വളരെ പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ, ക്രൂഷ്ചേവ് വന്നു, സ്റ്റാലിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു സ്റ്റാലിൻ മരിച്ചതിന് ശേഷം. അപ്പൊ സ്റ്റാലിനെ വിമർശിച്ചു ക്രൂഷ്ചേവ് സംസാരിച്ചു. അപ്പൊ ഒരാള് കമ്മിറ്റിയിൽ ഒരാൾ നിങ്ങൾ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തിരിഞ്ഞു നോക്കിയപ്പോ അയാളെ കാണാനില്ല. ചോദിച്ചാൽ ആരാന്നറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. ക്രൂഷ്ചേവ് പറഞ്ഞു ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോ അങ്ങനെ പറയാൻ കഴിയാതിരിക്കുക, CPM-ന്റെ വീട്ടിലെ ജോലിക്കാരുടെ പോലെ ഞങ്ങളുടെ വോട്ട് കൊണ്ട് നിങ്ങൾ ജയിക്കുകയാണ് എന്ന് CPI ഇടയ്ക്കിടയ്ക്ക് പറയുക. പക്ഷെ ഇത്തവണ ജനം വളരെ കൃത്യമായി തന്നെ ചെയ്തു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സെലക്റ്റഡ് ആണല്ലോ വോട്ടിംഗ്. ഒരു തരംഗം എന്ന് പറഞ്ഞാൽ തരംഗം തന്നെ ഓരോ മണ്ഡലത്തിലും തരംഗം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ്. കേരളം ഒട്ടുക്ക് തരംഗം ഉണ്ടാവുന്നത് മാത്രമല്ല, മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ മണ്ഡലം തിരിച്ചവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും PK ശശിയെ തോൽപ്പിച്ചില്ലേ? PK ശശിയെ ദയനീയമായി തോൽപ്പിച്ചില്ലേ? കഴിഞ്ഞവിടത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അവിടെ ഒറ്റപ്പാലത്ത് പ്രേംകുമാർ ജയിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ജനം അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ ചെയ്തതൊന്നുമല്ല. ഈ CPIയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ CPIയിൽ ഈ വിമർശനം ഉണ്ടാവുന്നുണ്ട്. CPIയിൽ വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഉൾപാർട്ടി ഭിന്നത കാര്യമായിട്ടുണ്ടാവുന്നുണ്ട്. ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു കൊഴിഞ്ഞുപോക്കൊക്കെ സംഭവിക്കുമോ? സാധ്യതയുണ്ടോ അതിന്? അല്ല, അതിലെന്താണെന്നറിയോ, ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പാരസൈറ്റിക് ആണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആശ്രിതത്വം. അത് വിട്ടുപോയാൽ പിന്നെ എന്താ എണ്ണെന്ന് പറയുന്ന വെച്ചല്ലേ.
എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. പല നേതാക്കന്മാരും പാർട്ടി വിടാത്തത് അതുകൊണ്ട് തന്നെയാണ്. CPI എന്ന് പറഞ്ഞ ഒരുതരം പാരമ്പര്യ പാർട്ടിയാണ്. എന്നുവെച്ചാൽ മക്കള് അങ്ങനെ അങ്ങനെ വരുന്നൊരു പാർട്ടിയാണ്. അവർ അങ്ങനെയാണ് നേതാക്കന്മാർ. ഞാനത് കുറ്റം പറയല്ല, ആ തലമുറ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിട്ടുപോകാന്നുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പൊ പന്നിയൻ രവീന്ദ്രന്റെ മകൻ എഴുതുന്ന പോസ്റ്റ് പന്നിയൻ രവീന്ദ്രനും പാർട്ടിക്കും പന്നിയൻ രവീന്ദ്രനല്ല, CPIക്ക് വളരെ എതിരായിട്ടുള്ള, വളരെ ഡാമേജിങ് അല്ല അയാൾ സത്യം എഴുതുന്നത്. അയാൾ ഇലക്ഷന് മുമ്പ് എഴുതിയിട്ടുണ്ട് സത്യം, നിങ്ങൾ തകരാൻ പോവുകയാണെന്നുള്ള എഴുതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേറെ എങ്ങോട്ട് പോകുന്നറിയില്ല, വേറെ എങ്ങോട്ട് പോയില്ല. നേരെ മറിച്ച് അഖിലേന്ത്യാ തലത്തിൽ CPI വ്യക്തമായ നിലപാടെടുക്കുകയും CPI ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു തീരുമാനിക്കുകയും ചെയ്താൽ കേരളത്തിലെ CPM-ന് പ്രശ്നവും. കേരളത്തിൽ CPM-ന് പ്രശ്നവും. ഇനിയിപ്പോ മുമ്പ് കേരളത്തിൽ മാത്രം ഭരണമുള്ളതുകൊണ്ട് CPM-ന്റെ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ഇനി CPM-ൽ എന്താ സംഭവിക്കാൻ പോണെന്ന് കണ്ടറിയണം. കാരണം ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് പോകാൻ പോവാണ്. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. ബേബി ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യുമെന്ന് അറിയില്ല. വേറെ ഇത്തിരി കഴിവുള്ള ഒരാളാണ് പാർട്ടി സെക്രട്ടറി എങ്കിൽ ഇപ്പൊ ശരിക്കും മേശപ്പുറത്ത് അടിക്കും. ഇത് പാർട്ടി നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു പാർട്ടി മാത്രമല്ല, ഇത് ദേശീയ പാർട്ടിയാണ് എന്ന് പറയും. ഇത് ദേശീയ പാർട്ടിയായി നിൽക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയാന്ന് പറയും. രാജസ്ഥാനിൽ ഒരു MP ജയിച്ചുകൊണ്ടല്ലേ ദേശീയ പാർട്ടിയായി ചാക്കറില്, അല്ലെങ്കിൽ ഇല്ലല്ലോ, ദേശീയ പാർട്ടി ഇല്ലല്ലോ. അപ്പൊ CPI ദേശീയ പാർട്ടി അല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, CPIക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കണമെങ്കിൽ CPIയുടെ നേതൃത്വത്തിൽ കൃത്യമായി നിലപാടുള്ള ആൾ വരും. ഞാൻ കുറച്ചൊരു വ്യത്യാസം ഞാൻ കാണുന്നത് പ്രകാശ് ബാബുവിന് ഒരു ചെറിയ സാധ്യതയുണ്ട് അടുത്ത. പ്രകാശ് ബാബു വന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി നിൽക്കും. ഇപ്പൊ ബിനോയ് വിശ്വം വന്നാൽ നിൽക്കില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം കാനൻ രാജേന്ദ്രൻ ഒരു ഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയും പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുകയും പിണറായിയുടെ അടിമയാവുകയും അത് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ബിനോയ് വിശ്വം ആക്കണമെന്ന് അന്ത്യശാസനം മരിക്കുമ്പോൾ കൊടുത്തു നോക്കിയാണ് കഥ. എന്ന് പറഞ്ഞാൽ പിണറായിയെ വിഷമിപ്പിക്കരുത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇനിയിപ്പോ പിണറായി വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല, പിണറായി തന്നെ എത്ര കാലം എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ CPIക്ക് പല്ലും നാവും ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ ലയിക്കുകയും ഒരു CPI ലയിക്കുക, CPM ലയിക്കുക, കോൺഗ്രസിൽ ലയിക്കുക, എന്തിനു വേണേ ചെയ്യാം, ഒരു പ്രശ്നമില്ല.